എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബയോളജി മോഡ്യൂളിലെ തന്നെ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നുള്ള 8ാം ക്ലാസ് സയൻസിലെ ഒന്നാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആദ്യം കുട്ടികൾ ബയോളജി ടീച്ചറെ കുറിച്ചാണ് പറയുന്നത്. അത് അവിടെ നിന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരു മൈക്രോസ്കോപ്പും അതുപോലെ കുറച്ച് വസ്തുക്കളുമായിട്ട് എക്സ്പെരിമെൻ്റ് വരുന്ന ഒരു ടീച്ചറെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. അതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഐ പീസ്, അതുപോലെ നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ, ഇത് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നുള്ളത് ഇങ്ങനെ നമ്മളോട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മൈക്രോസ്കോപ്പിൻ്റെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ്. ഇതിൽ ഫസ്റ്റ് മുകളിൽ കാണുന്ന ഭാഗമാണ് എന്ത്, ഐ പീസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ട് തിരിക്കാനുള്ള ഈ ഭാഗങ്ങൾ, രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ നോബുകൾ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഈ 3 ലെൻസുകൾ കണ്ടല്ലോ, ഇതാണ് എന്ത്, ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആയതുകൊണ്ടാണ് എന്തിങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പ് 3 ലെൻസുകൾ ഉള്ളത്. പിന്നെ അതിൻ്റെ നേരെ താഴെ വരുന്ന ഭാഗമാണ് എന്ത്, സ്റ്റേജും ക്ലിപ്പും എന്ന് പറയുന്നത്. നേരെ താഴെ വരുന്ന ആ പരന്നിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ സ്റ്റേജ് ക്ലിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ താഴെ, സ്റ്റേജും ക്ലിപ്പിൻ്റെ നേരെ താഴെയുള്ള ആ റൗണ്ട് ഭാഗത്തെയാണ് നമ്മൾ കണ്ടൻസർ എന്ന് പറയുന്നത്. ഏറ്റവും താഴെയുള്ള ഈ ഭാഗമാണ് എന്ത്, മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ. മുകളിൽ ഐ പീസ്, പിന്നെ തിരിക്കുന്ന നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, അതിൻ്റെ നേരെ താഴെയുള്ളത് കണ്ടൻസർ, താഴെ ഏറ്റവും താഴെ എന്താണ്, മിറർ. ഇതാണൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു 3 ലെൻസുകളുണ്ട് അതിൽ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ നമ്മൾ എന്താണ് പറയുന്നത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് പറയുന്നത്. ഇനി മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം എങ്ങനെയാണ് വരുന്നത്? മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യും, നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപതിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം എന്തിനുള്ളതാണ്, നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപതിപ്പിക്കാനുള്ളതാണ്. ഒരു ലോഹ വളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് എന്തുണ്ട്, 2 തലങ്ങളുണ്ട്. സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണവും അതുപോലെ കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണവും. ഇപ്പോൾ 2 ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്, സമതല ദർപ്പണ ഭാഗവും കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺകേവ് ദർപ്പണ ഭാഗവും. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്നതാണ് എന്ത്, കണ്ടൻസർ. അതിലെ ലെൻസ് എന്ത് ചെയ്യും, പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കും. സ്റ്റേജിൻ്റെ താഴെ ക്രമീകരിച്ചിരിക്കുന്ന കണ്ടൻസറിൽ എന്തുണ്ട്, ലെൻസ് ഉണ്ട്. ആ ലെൻസാണ് എന്ത്, പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നത്. ഈ കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം എന്ത് ചെയ്യും, പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കും. ഈ കണ്ടൻസറിൻ്റെ ഭാഗമായിട്ട് ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം ആണ് എന്ത്, പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലെൻസിൽ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം വരുന്നത്. ഇങ്ങനെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ലെൻസിൻ്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ. ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ 10x 45x എന്നിങ്ങനെയാണ് എന്ത്, ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഐ പീസിലും ഇങ്ങനെയുള്ള ലെൻസ് രേഖപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയും. ഐ പീസിലും ഒരു മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ പീസിലും ഇതുപോലുള്ള രേഖപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയും. ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഫലമാണെന്ത്, മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്.
അപ്പോൾ ഒബ്ജക്റ്റീവിലും അതുപോലെ ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണന ഫലമാണെന്ത്? മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവിലും അതുപോലെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണന ഫലമാണെന്ത്? ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ഗുണന ഫലമാണ്. മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നതിന് എന്താണ്? നിരീക്ഷണ വസ്തു വയ്ക്കാൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? നമ്മളോട് കുറച്ച് ചോദ്യങ്ങളാണ്, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി താഴെ എന്താണ്? നിരീക്ഷണ വസ്തു തയ്യാറാക്കാനാണ്. വാഴയുടെ വേരിൻ്റെ കുറുകെയുള്ള ഛേദം അഥവാ ക്രോസ് സെക്ഷൻ എടുത്തുകൊണ്ട് നിരീക്ഷിക്കാനാണെന്ത് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ എന്തുണ്ട്? നമുക്കതിൽ കുറേ അറകളായിട്ട് ഇങ്ങനെ കാണാം. കോശങ്ങളുടെ അറകളായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ജസ്റ്റ് ഒരു പഠന പ്രവർത്തനമാണ്. കോശത്തെ കണ്ടെത്തുന്നു എന്നുള്ള ഭാഗത്ത് നമുക്ക് കോശത്തെക്കുറിച്ചാണ് പറയുന്നത്. കോശത്തെ കണ്ടെത്തിയെക്കുറിച്ചാണ് എന്ത് പറയുന്നത്. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ഹുക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ഹുക്കാണ്. കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം എന്ത് വിളിച്ചു? സെൽ എന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹം നിരീക്ഷിച്ചത് എന്താണ്? കോർക്കിൻ്റെ ഛേദമാണ്. കോർക്കിൻ്റെ ഛേദമാണ് അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത്. അപ്പോൾ ലളിതമായ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാരാണ്? റോബർട്ട് ഹുക്കാണ്. കോർക്കിൻ്റെ ഛേദമാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ കോർക്കിൻ്റെ ഛേദത്തിൽ ചെറിയ ചെറിയ അറകളെ കണ്ടു. ഈ അറകളെ അദ്ദേഹം എന്ത് വിളിച്ചു? സെല്ല് എന്ന് വിശേഷിപ്പിച്ചു. ഇന്നാണെങ്കിൽ എന്താണ്? ഇന്നത്തെ കാലത്ത് ഈ സ്വത്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് എന്ത്? കോശപഠനം അല്ലെങ്കിൽ സെൽ ബയോളജി, കോശവിജ്ഞാനീയം എന്നൊക്കെ അറിയപ്പെടുന്നത്. കോശവിജ്ഞാനീയത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടന്നതൊക്കെ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിലാണ്. അപ്പോൾ കോശങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ കോശത്തെക്കുറിച്ചുള്ള കോശപഠനത്തെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് എന്താണ്? കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്നാണ് എന്തറിയപ്പെടുന്നത്. 1940 സേവാഗ്രാമത്തിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ രോഗാണുക്കളെ നിരീക്ഷിക്കുന്ന ഗാന്ധിജിയുടെ ഫോട്ടോ ആണത് ഈ മുകളിൽ തന്നിട്ടുള്ളത്. സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കാനും പഠിക്കാനും നമ്മെ പ്രാപ്തമാക്കിയത് എന്താണ്? മൈക്രോസ്കോപ്പുകളുടെ കണ്ടെത്തലാണ്. ചികിത്സാ രംഗത്തും വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയതും മൈക്രോസ്കോപ്പിൻ്റെ കണ്ടെത്തലുകളാണ്. ഒരു കാലത്ത് നമ്മളെ അല്ലെങ്കിൽ ലോകത്തെ മൊത്തം ഭീതിയിലാക്കിയ രോഗങ്ങളെയൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞതൊക്കെ ഈ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടെത്തലുകൾ മൂലമാണ്. ഈ മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യും? ഇത് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് എന്താണ് നമ്മുടെ കാഴ്ചയുടെ പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നത് മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം. ഇങ്ങനെയുള്ള ഈ ഉപകരണങ്ങളുടെ സഹായം കൊണ്ട് കൂടിയാണ് നമ്മൾ ഈ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയത്. ഇനി കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്ത ചില വർഷങ്ങൾ നോക്കാം. ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ 1831 കണ്ടെത്തിയത് നമ്മളോട് എഴുതാനാണ്. അതേപോലെ 1838 MJ സ്ലീഡന്, തിയോഡർ ഷാൻ 1839, റുഡോൾഫ് വിർഷോ 1858. ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ നൽകിയ നേട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കോശവിജ്ഞാനത്തിന് സംഭാവനകൾ നൽകിയ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി തീർന്ന ശാസ്ത്രജ്ഞരാണിത് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ. ഇനി പ്രധാനപ്പെട്ടതാണ് എന്താണ് കോശ സിദ്ധാന്തം എന്നുള്ളത് നോക്കാം. വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണെന്ത്? കോശ സിദ്ധാന്തം. കോശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്? MJ സ്ലീഡനും തിയോഡർ ഷാനുമാണെന്ത്? കോശ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ.
വിവിധ ശാസ്ത്രജ്ഞർ ഓരോ കണ്ടെത്തലുകൾ നടത്തിയെന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ സാരാംശങ്ങളെ ഉൾച്ചേർത്ത് കൊണ്ടാണ് കോശ സിദ്ധാന്തം രൂപീകരിച്ചത്. അതിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരാണ് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും. രണ്ട് മുഖ്യ ആശയങ്ങളാണ് പ്രധാനമായിട്ടും കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് പ്രധാന ആശയങ്ങളാണ്: എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്, അതുപോലെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. അപ്പോൾ കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച പ്രധാന രണ്ട് ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്നുള്ളത്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്നുള്ളതും എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് ആശയങ്ങൾ. അതിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? MJ സ്ലീഡനും തിയോഡർ ഷ്വാനും. MJ സ്ലീഡനും തിയോഡർ ഷ്വാനുമാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞർ. ഈ കോശത്തിൻ്റെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, അതുപോലെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കും, അതുപോലെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കും. ഇതാണെന്ത്? കോശത്തിലെ ജീവധർമ്മങ്ങൾ. ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കം സങ്കീർണമാണെന്ത്? കോശത്തിൻ്റെ ഘടന. മുകളിൽ പറഞ്ഞ ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്ക വിധം സങ്കീർണമാണെന്ത്? കോശത്തിൻ്റെ ഘടന എന്ന് ഉള്ളത്. ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായി കോശത്തിനുള്ളിൽ എന്തുണ്ട്? പ്രത്യേകം വിഭാഗങ്ങളുണ്ട്. നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ ഓരോ ജീവധർമ്മങ്ങളും നിറവേറ്റുന്നതിനായിട്ട് പ്രത്യേകം ഭാഗങ്ങളുണ്ട്. ഇനി ഇവിടെ ഫോട്ടോയിൽ നമുക്ക് സസ്യകോശം തന്നിട്ടുണ്ട്. അതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മളോട് നിരീക്ഷിക്കാൻ പറഞ്ഞു. ഇവിടെ ഈ വലിയ കാണുന്ന ഈ ഈ വയലറ്റ് കളറിൽ കാണുന്നതാണെന്ത്? സസ്യകോശത്തിലെ കോശമർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയുള്ളത് എന്താണ്? കോശസ്തരമാണ്. പിന്നെ ഇതിൽ ചെറിയ നീളത്തിൽ കാണുന്നത് എന്താണ്? റൈബോസോമാണ്. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണെന്ത്? നീണ്ട് വലുതായിട്ട് കാണുന്നത്. പിന്നെ അതിൻ്റെ താഴെയുള്ളത് എന്താണ്? കോശദ്രവമാണ്. ആ വെള്ളം ടൈപ്പ് കാണുന്നത് എന്താണ്? കോശദ്രവ്യമാണ്. അവിടെ പച്ച നിറത്തിൽ കാണുന്നത് എന്താണ്? ഹരിത കണമാണ്. ഇനി അതുപോലെ ഇവിടെ നീല നിറത്തിലുള്ള ഒരു നീണ്ട് കാണുന്ന കുറേ സാധനങ്ങളുണ്ട്. അതാണെന്ത്? ഗോൾജി കോംപ്ലക്സ്. ആ ഗോൾജി കോംപ്ലക്സിൻ്റെ താഴെയായിട്ട് നീളത്തിൽ കാണുന്നത് എന്താണ്? ഫേനം. ഫേനത്തിൻ്റെ താഴെ കാണുന്ന ചെറിയ ഭാഗമാണെന്ത്? മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പുറമേയുള്ള ഭാഗം എന്താണ്? കോശഭിത്തിയാണ്. കോശഭിത്തിയാണെന്ത്? ഏറ്റവും പുറമേയുള്ള ഭാഗം. ഇതാണ് ഒരു സസ്യത്തിൻ്റെ കോശം നമുക്ക് നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്ന വിവിധ ഭാഗങ്ങൾ. കോശമർമ്മമുണ്ട്, കോശസ്തരമുണ്ട്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലുണ്ട്, കോശദ്രവ്യമുണ്ട്, ഹരിത കണമുണ്ട്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, ഫേനമുണ്ട്, മൈറ്റോകോൺട്രിയോണുണ്ട്, കോശഭിത്തിയുണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ ധർമ്മങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. കോശഭിത്തി, കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ തരം, കോശദ്രവ്യം, മർമ്മം എന്നീ ഭാഗങ്ങളൊക്കെ മുൻപ് നമ്മൾ പരിചയപ്പെട്ടതാണ്. ജീവദ്രവ്യവും കോശദ്രവ്യവും. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവദ്രവ്യം എന്ന് പറയുന്നത്. കോശസ്തരത്തിൻ്റെ ഉള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവദ്രവ്യം അല്ലെങ്കിൽ പ്ലാസം എന്ന് പറയുന്നത്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൻ്റെ മർമ്മം ഒഴികെയുള്ള ഭാഗമാണെന്ത്? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ജീവദ്രവ്യത്തിൻ്റെ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ നമ്മൾ എന്ത് പറയും? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയും. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി
കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് നമ്മൾ കോശാംശങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗാനൽസ് എന്ന് പറയുന്നത്. സെൽ ഓർഗാനൽസ് എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എന്തുണ്ട്? കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോശാംശങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗാനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവദ്രവം എന്ന് പറയുന്നത്, ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുമ്പോൾ ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ്. മർമ്മം ഉൾപ്പെടെയുള്ള എല്ലാ കോശസ്തരത്തിലെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഈ ജീവദ്രവ്യത്തിലെ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ നമ്മൾ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയും. അതുപോലെ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് നമ്മൾ കോശാംശങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗാനൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സസ്യകോശങ്ങളുടെ വിവിധ ഭാഗങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും നമുക്ക് അതിൻ്റെ കാര്യങ്ങളും പഠിക്കാം. ആദ്യത്തെ എന്താണ്? മൈറ്റോകോൺഡ്രിയോനാണ്. മൈറ്റോകോൺഡ്രിയോൻ എന്താണ്? കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയോനാണ്. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയോനാണ്. നമ്മൾ പറഞ്ഞു കോശത്തിനുള്ളിലെ ഓരോ ഭാഗങ്ങളും ഓരോ ധർമ്മം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് മൈറ്റോകോൺഡ്രിയോൻ്റെ ഫോട്ടോ ആണിത്. അപ്പോൾ മൈറ്റോകോൺഡ്രിയം എന്ന് പറയുന്നത് എന്താണ്? കോശത്തിലെ ഊർജ്ജ നിലയം. അപ്പോൾ കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയോനാണ്. അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ്? ഊർജ്ജ നിർമ്മാണത്തിനും അതുപോലെ ഊർജ്ജം സംഭരിക്കാനൊക്കെ സഹായിക്കുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയോനാണ്. ഊർജ്ജം നിർമ്മിക്കാനും അതുപോലെ അത് സംഭരിക്കാനൊക്കെ സഹായിക്കുന്നത് മൈറ്റോകോൺഡ്രിയോനാണ്. അതുകൊണ്ടാണ് കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് മൈറ്റോകോൺഡ്രിയോൻ അറിയപ്പെടാൻ കാരണം. ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയോനാണ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയോൺ കൂടുതലായി കാണപ്പെടുന്നത് എന്താണ്? കരൾ, തലച്ചോറ്, എന്നിവയിലെ പേശികൾ എന്നിവയിലെ കോശങ്ങളിലാണ്. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയോണാണ്. അതിൻ്റെ കാരണം എന്താണ്? ഊർജ്ജാവശ്യം കൂടുതലുള്ള പേശികളാണെന്ത്? കരൾ, തലച്ചോറ്, എന്നിവയിലൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലായി കാണപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയോണാണ്. കോശത്തിൻ്റെ ഊർജ്ജ നിലയം മൈറ്റോകോൺഡ്രിയോൺ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കാൻ സഹായിക്കുന്നതൊക്കെ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നതിന് സഹായിക്കുന്നത്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നതും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടും. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശത്തിൻ്റെ ഭാഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ എന്താണ്? കോശാസ്ഥികൂടം എന്നും അറിയപ്പെടും. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശത്തിൻ്റെ ഭാഗമാണെന്ത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നതിന് സഹായിക്കുന്നതൊക്കെ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അടുത്തതാണെന്ത്? റൈബോസോം. റൈബോസോമാണെന്ത്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. റൈബോസോമാണെന്ത്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന ഒരു വസ്തുവാണെന്ത്? റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന ഒരു ഭാഗമാണെന്ത്? റൈബോസോം എന്ന് പറയുന്നത്. അടുത്തതാണെന്ത്? ഫേനം എന്ന് പറയുന്നത്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടതാണെന്ത്? ഫേനം. അപ്പോൾ ഫേനത്തെ ആവരണം ചെയ്യപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ടോണോപ്ലാസ്റ്റാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലമാണെന്ത്? ഫേനത്തെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നതും ഫേനത്തിലാണ്. ഫേനത്തിൻ്റെ ഫോട്ടാണ്. ഇപ്പോൾ ഫേനത്തിലാണെന്ത്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് എവിടെയാണ്? ഫേനത്തിലാണ്. ടോണോപ്ലാസ്റ്റി എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതും ഫേനമാണ്. ഫേനം അല്ലെങ്കിൽ വാക്വോൾ എന്ന് പറയപ്പെടും. ടോണോപ്ലാസ്റ്റി എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫേനമാണ്. അപ്പോൾ ഫേനത്തെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ടോണോപ്ലാസ്റ്റി എന്ന സവിശേഷ സ്ഥലം കൊണ്ടാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നതൊക്കെ എന്താണ്? ഫേനമാണ്. അടുത്തതാണെന്ത്? ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മതരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ ഗോൾജി കോംപ്ലക്സിൻ്റെ കടമകൾ എന്തൊക്കെയാണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, അതുപോലെ ശ്ലേഷ്മതരം തുടങ്ങിയ കോശസ്രവങ്ങൾ എന്ത് ചെയ്യും? സ്തര സഞ്ചികളാക്കും. ചെറിയ സ്തര സഞ്ചികളിലാക്കുന്നത് എന്താണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നതും എന്താണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നതും ഗോൾജി കോശങ്ങളാണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചിയിലാക്കുന്നത് എന്താണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നതും എന്താണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഇവിടെ ഇതിൻ്റെ ഓരോ ധർമ്മങ്ങൾ നമ്മളോട് വരച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചതാണ്, വിശദമായിട്ട് പഠിച്ചതാണ്. ഊർജ്ജ നിലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്നത് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. മൈറ്റോകോൺഡ്രിയോനാണെന്ത്? ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ അത്രയാണ് നമ്മൾ കോശത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നത്. കോശവിജ്ഞാനീയത്തിൻ്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് മാത്രമാണ് വലുതായി കാണിക്കാൻ കഴിയുക. എന്നാൽ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണെന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. അപ്പോൾ നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പുകളാണെന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്നതാണെന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടെയാണ് നമുക്ക് കോശത്തിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായ കോശാംശങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത്. അപ്പോൾ നമുക്ക് കോശത്തിനുള്ളിലെ ഘടകങ്ങളായ കോശാംശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാൻ കാരണം എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പാണെന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ വ്യക്തതയോടെ കാണാൻ സഹായിക്കുന്നു എന്നതാണെന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണെന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ശാസ്ത്രം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും എന്താണ്? സഹായകരമാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്ത്? മൈക്രോസ്കോപ്പിൻ്റെ ചരിത്രം. ഇപ്പോൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് ഇതാണെന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? പ്രകാശ സ്രോതസ്സുകൾക്ക് പകരം ഇലക്ട്രോൺ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം വലുപ്പത്തിൽ കാണാൻ സഹായിക്കുന്നു. ഇനി കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ത്? മർമ്മം എന്ന് പറയുന്നത്. മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണെന്ത്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ത്? മർമ്മം എന്ന് പറയുന്നത്.
കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം. മർമ്മം എന്ന് പറയുന്നത് എന്താണ്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ്. മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ്. അതിൻ്റെ കാരണം എന്താണ്? കോശത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. അതായത് വിവിധ മാംസ്യ തന്മാത്രകളുടെ പങ്കുകൊണ്ടാണ് എന്ത് കോശത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണെന്ത് ഇവയുടെ നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് കോശമർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് നമ്മൾ പറയാം. നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ്. കോശമർമ്മത്തിലെ ആദ്യത്തെ ഭാഗമാണെന്ത്? മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണെന്ത്? മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് എവിടെയാണ്? മർമ്മദ്രവ്യത്തിലാണ്. അപ്പോൾ കോശമർമ്മത്തിലെ പ്രധാന ഭാഗമാണെന്ത്? മർമ്മദ്രവ്യം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണെന്ത്? മർമ്മദ്രവ്യം. മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിലാണ്. മർമ്മകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോളാകൃതിയിൽ കാണപ്പെടുന്നതാണെന്ത്? മർമ്മകം എന്ന് പറയുന്നത്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? മർമ്മകം. മർമ്മകം എന്താണ് ചെയ്യുന്നത്? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മർമ്മകമാണ്. അപ്പോൾ മർമ്മകത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മർമ്മരന്ധ്രം എന്താണ്? മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണെന്ത്? മർമ്മരന്ധ്രം എന്നറിയപ്പെടുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ഈ സുഷിരങ്ങളാണ്. ഇതാണെന്ത്? മർമ്മരന്ധ്രം എന്നറിയപ്പെടുന്നത്. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണെന്ത്? മർമ്മരന്ധ്രം. ഇതെന്താണ് സഹായിക്കുന്നത്? പദാർത്ഥങ്ങളെ പുറത്തേക്കും അകത്തേക്കും സംവഹനത്തിന് സഹായിക്കുന്നു. അപ്പോൾ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് എന്താണ്? മർമ്മരന്ധ്രമാണ്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. അടുത്തതാണെന്ത്? മർമ്മസ്തരം. മർമ്മസ്തരം എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണെന്ത്? മർമ്മസ്തരം എന്ന് പറയുന്നത്. അപ്പോൾ മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരുപാളികളുള്ള സ്ഥലമാണെന്ത്? മർമ്മസ്തരം എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ. അടുത്തതാണെന്ത്? ക്രോമാറ്റിൻ ജാലിക. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണെന്ത്? ക്രോമാറ്റിൻ ജാലിക. ജീനുകളെ ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ക്രോമാറ്റിൻ ജാലികയിലാണ്. ജീനുകൾ ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ക്രോമാറ്റിൻ ജാലികയിലാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണെന്ത്? ക്രോമാറ്റിൻ ജാലിക. ജീനുകൾ ഉൾക്കൊള്ളുന്നത് ക്രോമാറ്റിൻ ജാലികയിലാണ്. ഇപ്പോൾ ക്രോമാറ്റിൻ ജാലികയും മർമ്മകവും എവിടെയാണ്? മർമ്മദ്രവത്തിന് ഉള്ളിലാണ്. അപ്പോൾ ഇത്രയാണ് എന്ത്? മർമ്മത്തെക്കുറിച്ച്, മർമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. മർമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണെന്ത്? മർമ്മദ്രവ്യം. മർമ്മദ്രവ്യത്തിനുള്ളിൽ മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും, പിന്നെ അതുപോലെ മർമ്മരന്ധ്രവും മർമ്മസ്തരവും. ഇതാണെന്ത്? മർമ്മത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഇനി നമുക്ക് എന്താണ് പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത്? പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും എന്നിങ്ങനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത് ജീവികളെ. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ എന്താണ്? മർമ്മം കാണപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള ഇത്തരം ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. പ്രോകാരിയോട്സ് അഥവാ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത് കോശത്തിൽ മർമ്മം കാണാത്ത ജീവികളെ, കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. അപ്പോൾ പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണം ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവയൊക്കെ എന്താണ്? പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. എന്താണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ? കോശത്തിൽ മർമ്മം ഇല്ലാത്ത, കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല, കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അമീബ, അതുപോലെ ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെയൊക്കെ കോശങ്ങളിൽ പ്രത്യേകത എന്താണ്? ഇവയുടെയൊക്കെ കോശങ്ങളിൽ
സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു. ഇത്തരം ജീവികളെയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയുന്നത്. അമീബ, അതുപോലെ ജീവജാലങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെയൊക്കെ കോശങ്ങളുടെ പ്രത്യേകത എന്താണ്? കോശങ്ങളിൽ കോശസ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട മർമ്മം കാണപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ മർമ്മം കാണപ്പെടുന്ന ജീവികളെയാണ് നമ്മൾ യൂകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികളാണ്. എന്നാൽ യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ സ്ഥരം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യൂകാരിയോട്ടുകൾ. അപ്പോൾ പ്രോകാരിയോട്ടും യൂകാരിയോട്ടും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ജീവസ്തരങ്ങൾ. നമുക്കറിയാം എന്താണ്? കോശത്തിന് ഒരു സ്ഥരാവരണം ഉണ്ട്. കോശത്തിന് എന്താണ്? ഒരു സ്ഥരാവരണം ഉണ്ട്. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഈ ആവരണമാണ് എന്ത്? കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇപ്പോൾ കോശത്തിൻ്റെ സ്ഥരം അല്ലെങ്കിൽ കോശസ്ഥരമാണെന്ത്? കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. കോശത്തെ ആവരണം ചെയ്ത ആവരണമാണെന്ത്? കോശസ്ഥരം എന്ന് പറയുന്നത്. ഈ ഒരു ആവരണമാണെന്ത്? കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നൊക്കെ വേർതിരിക്കുന്നത്. ഇനി കോശത്തിന് മാത്രമല്ല, മർമ്മത്തിനും മിക്ക കോശാംശങ്ങൾക്കും എന്തുണ്ട്? സ്ഥരാവരണം ഉണ്ട്. അപ്പോൾ കോശത്തിന് മാത്രമല്ല, മർമ്മത്തിനാണെങ്കിലും ചില കോശാംശങ്ങൾക്കൊക്കെ ഇതേപോലെ സ്ഥരാവരണങ്ങളുണ്ട്. കോശങ്ങൾ തമ്മിലും കോശാംശങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് എന്താണ്? ജീവസ്തരങ്ങളാണ്. കോശങ്ങൾ തമ്മിലും കോശാംശങ്ങളും കോശദ്രവ്യവും തമ്മിലും ഉള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് എന്താണ്? ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ ജീവസ്തരങ്ങളെ വരണധാര്യസ്തരങ്ങൾ അഥവാ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രൻസ് എന്നും പറയുന്നു. അപ്പോൾ നിയന്ത്രിക്കുന്ന ജീവസ്തരങ്ങളുടെ പ്രത്യേകത ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്ന ജീവസ്തരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വരണധാര്യ സ്ഥരങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോശദ്രവ്യം തമ്മിലും അതേപോലെ കോശങ്ങൾ തമ്മിലും കോശാംശങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ആരാണ്? ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം വിടുന്നതാണ് ഈ ജീവസ്തരങ്ങളുടെ പ്രത്യേകത. അപ്പം ഇങ്ങനെ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെ വരണധാര്യ സ്ഥലങ്ങൾ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ വരണധാര്യ സ്ഥലങ്ങൾ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നത് കൊണ്ടാണ്. ഇനി നമുക്കറിയാം രുചിയും മണവും ഒക്കെ എങ്ങനെ മാറുന്നത് എന്ന്. ഇപ്പോൾ മാങ്ങയൊക്കെ പഴുക്കുമ്പോൾ അതിൻ്റെ നിറം മാറും, രുചി മാറും. ഇതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പഴങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ നിറവും മണവും രുചിയൊക്കെ മാറി വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംശങ്ങളാണ് എന്ത്? ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംശങ്ങൾ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംശങ്ങൾ എന്താണ് പറയുന്നത്? ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയും. ഈ ജൈവ കണങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ജൈവ കണങ്ങൾ 3 തരത്തിലാണ് ഉള്ളത്. വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. ഇപ്പോൾ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംശങ്ങളാണ് ജൈവകണങ്ങൾ പറഞ്ഞു. ജൈവകണങ്ങൾ പ്രധാനമായും 3 വിധമുണ്ട്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് എന്താണ്? ഹരിതകണമാണ്. വർണ്ണകങ്ങളാണ് എന്ത്? പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. അപ്പോൾ പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് എന്താണ്? വർണ്ണകങ്ങളാണ്. ഹരിതകണം എന്താണ് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നു. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണമാണ്. ഇനി വർണ്ണകണത്തിന് ഉദാഹരണങ്ങളാണെന്ത്? സാന്തോഫിൽ, മഞ്ഞ നിറം.
അതുപോലെ കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, അതുപോലെ എന്താണ് ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ എന്നിവ. അപ്പോൾ ചില വർണ്ണകങ്ങളാണ്, വർണ്ണകങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്, സാന്തോഫിന്, കരോട്ടിന്, ആന്തോസയാനിൻ. അതിൽ സാന്തോഫിലിൻ്റെ നിറം എന്താണ്, മഞ്ഞ നിറാണ്. കരോട്ടിനാണെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറാണ്. ആന്തോസയാനിനാണെങ്കിലോ ചുവപ്പ് പർപ്പിള് എന്നീ നിറങ്ങളാണ്. അപ്പോൾ വർണ്ണകങ്ങൾക്ക് ഉദാഹരണമാണെന്ത്, സാന്തോഫിൽ, കരോട്ടിന്, ആന്തോസയാനിൻ. ഇവയുടെ ഏറ്റക്കുറച്ചിലാണെന്ത്, സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. അപ്പോൾ ഈ വർണ്ണകങ്ങളുടെ ഏറ്റക്കുറച്ചിലാണെന്ത്, സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നതിന് കാരണമാകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണെന്ത്, ശ്വേതകണങ്ങൾ. ശ്വേതകണങ്ങളുടെ പ്രത്യേകത എന്താണ്, അവർക്ക് പ്രത്യേകിച്ച് നിറമില്ല. അപ്പോൾ പ്രത്യേകിച്ച് നിറമില്ലാത്ത ജൈവകണങ്ങളാണെന്ത്, ശ്വേതകണങ്ങൾ. ശ്വേതകണങ്ങളാണെന്ത്, കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത്. എവിടെ, ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നത് ഏതാണ്, ശ്വേതകണമാണ്. ശ്വേതകണത്തിൻ്റെ പ്രത്യേകത എന്താണ്, നിറം ഇല്ല. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറും. അന്നജം പഞ്ചസാരയായും മാറും. ഇതാണെന്ത്, പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം. അപ്പോൾ പഴങ്ങളുടെ രുചിമാറ്റത്തിനും നിറം മാറ്റത്തിനും പിന്നിലെ രഹസ്യം എന്താണ്, പാകമാകുന്നതിനനുസരിച്ച് പഴങ്ങളിലെ ഹരിത കണങ്ങൾ എന്താവും, വർണ്ണകണങ്ങളായി മാറും. വർണ്ണകണങ്ങളായി മാറുമ്പോൾ അതിൻ്റെ നിറം മാറ്റം സംഭവിക്കും. അതുപോലെ അതിൽ അന്നജം എന്താവും, അന്നജം പഞ്ചസാരയായി മാറും. അപ്പോൾ അന്നജം പഞ്ചസാരയായി മാറുമ്പോൾ അതിന് മധുരം വരും. ഇതാണെന്ത്, പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലുള്ള രഹസ്യം. എങ്ങനെയാണ്, പാകമാവുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിത കണങ്ങൾ എന്ത് ചെയ്യും, വർണ്ണകണങ്ങളായി മാറും. അന്നജം പഞ്ചസാരയായി മാറും. ഇതാണെന്ത്, ഫലങ്ങളിലെ രുചി വ്യത്യാസത്തിനും നിറവ്യത്യാസത്തിനൊക്കെ കാരണം ആകുന്നത്. ഇനി നേരത്തെ നമ്മൾ സസ്യകോശം പറഞ്ഞു. ഇവിടെ ഇനി തന്നിട്ടുള്ളത് എന്താണ്, ഒരു ജന്തുകോശമാണ്. ജന്തുകോശത്തിനും സസ്യകോശത്തിനുള്ള അതേ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ഇതിലാകെ ഇല്ലാത്ത ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, സെൻട്രോസോം എന്നുള്ള ഈ ഒരു ഭാഗമാണ്. നമ്മൾ സസ്യകോശങ്ങളിൽ കാണാത്തത് എന്താണ്, ഈ സെൻട്രോസോമാണ്. സെൻട്രോസോമിൻ്റെ പ്രത്യേകത എന്താണ്, ജീവികോശങ്ങളിൽ അല്ലെങ്കിൽ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് എന്ത്, സെൻട്രോസോം. ബാക്കിയുള്ളതാണ് ഈ കോശസ്തരം, മർമ്മം, എൻഡോപ്ലാസ്റ്റിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസൈം, സെൻട്രോസോം, റൈബോസോം, കോശദ്രവ്യം, മെറ്റോകോൺട്രിയോൺ. ഇതൊക്കെ എന്താണ്, സസ്യകോശങ്ങളിലും ഉള്ളതാണ്. ഇതിൽ സെൻട്രോസോം മാത്രമാണെന്ത്, സസ്യകോശങ്ങളില്ലാതെ ജന്തുകോശങ്ങളിൽ മാത്രം ഉള്ളത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. സെൻട്രോസോമും ലൈസോസോമിനെയും കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. കോളം തന്നിട്ടുണ്ട്. സെൻട്രോസോം എന്താണ്, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംശമാണെന്ത്, സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്, സെൻട്രോസോമിലാണ്. അപ്പോൾ സെൻട്രോസോം എന്താണ്, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംശമാണെന്ത്, സെൻട്രോസോം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംശം ഏതാണ്, സെൻട്രോസോമാണ്. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്, സെൻട്രോസോമിലാണ്. അത് നമുക്ക് പേരിൽ തന്നെ കിട്ടും, സെൻട്രിയോൾ, സെൻട്രോസോം. സെൻട്രിയോളിൻ്റെ പ്രത്യേകത എന്താണ്, കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണെന്ത്, സെൻട്രിയോൾ. അത് കാണപ്പെടുന്നതും എവിടെയാണ്, സെൻട്രോസോമിലാണ്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംശമാണെന്ത്, സെൻട്രോസോം. സെൻട്രിയോൾ കാണപ്പെടുന്നത്, കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നതും സെൻട്രോസോമിലാണ്. അടുത്തതാണെന്ത്, ലൈസോസോം. ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്, ലൈസോസോമിലാണ്. ജന്തുകോശത്തിലാണെന്ത്, ലൈസോസോം കാണപ്പെടുന്നത്. അപ്പോൾ ലൈസോസോം എന്താണ്, ലൈസോസോമിൻ്റെ പ്രത്യേകത, കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇതിലാണ്, ലൈസോസോമിലാണ്. ജന്തുകോശങ്ങളിലാണ് എന്ത്, ലൈസോസോം കാണപ്പെടുന്നത്. ലൈസോസോമിൻ്റെ പ്രത്യേകത ഒന്നുകൂടി പറയാം, കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്. ജന്തുകോശത്തിലാണ് എന്ത്, ലൈസോസോം കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ലൈസോസോമിൻ്റെ പ്രത്യേകത പറഞ്ഞു, കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്.
ജന്തുകോശത്തിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് തുടർച്ചയായി വരുന്ന 8ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ അധ്യായമാണ് സയൻസിൽ. അത് കഴിഞ്ഞ 8ാം ക്ലാസ്സിലെ 14ാമത്തെ അധ്യായമാണ്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് 9ാം ക്ലാസ്സിലെ അധ്യായങ്ങളും 10ാം ക്ലാസ് ബയോളജിയിലെ മുഴുവൻ അധ്യായങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം, അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.